കൂട്ടുകാരെ, 2 ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തോ ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന്. രാവിലെ എന്നാൽ കുറച്ച് ദിവസം കൂടി വിചാരിക്കുന്നു ഇച്ചിരി കപ്പയുണ്ട്, കപ്പ വേവിച്ചത് കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ വീട്ടിൽ കപ്പയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലെ നമുക്ക് ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കാം. കപ്പ ഇങ്ങനെയുണ്ടോ? കപ്പ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ വേവ് കൂടുതലുള്ള കപ്പയുണ്ടല്ലോ, നമ്മളത് ഇങ്ങനെ കൊച്ചു കൊച്ചു പീസാക്കിയിട്ട്, പക്ഷേ ഇതിപ്പോൾ നമുക്ക് വെന്ത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വേവിച്ചപ്പോൾ ഭയങ്കര വേവാൻ താമസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഇങ്ങനെ വയ്ക്കാം. ഞങ്ങൾ ചില്ലിച്ചിട്ട് വേവിക്കാമെന്നാണ് പറഞ്ഞത്. ചില്ലിച്ചിടും, ചെറിയ സ്ലൈസാക്കി ഇങ്ങനെ ഇടും. ഇത് കണ്ടോ, ഇത് വെളുപ്പിനെ നമ്മുടെ വീട്ടുകാരന് പണിക്ക് പോകാൻ നിർത്തി ഞാൻ പുഴുങ്ങി കൊടുത്താൽ പുള്ളിക്കാരൻ അത് കൊണ്ടുപോയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ 2 ദിവസം എടുത്ത് വെച്ചേക്കാമെന്ന്. അപ്പം ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണേ. പിന്നെ ചോറ് കണ്ടോ, അതൊന്നും വേണ്ട എനിക്ക്, ഞാൻ ഇത്രയും എടുത്തുന്നുള്ളതേ ഉള്ളൂ. പുള്ളിയൊക്കെ ചതച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്, പഴഞ്ചോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി തൈര് ഒഴിക്കാം. കപ്പയല്ല മെയിൻ കാര്യം, എനിക്ക് ഈ പഴഞ്ചോറ് കഴിക്കുന്ന പിന്നെ നല്ല കണ്ടടിച്ചാൽ മതിയാണേ. പിള്ളേരൊക്കെ കഴിച്ചിട്ട് പോയി, എനിക്ക് താമസമുണ്ട് കഴിക്കാൻ. പിന്നെ നല്ല അടിപൊളി കൊച്ചു കരിചാളമത്തി നല്ല വറുത്താണ്, സൂപ്പറായിട്ട് വറുത്തണ്ട. ഇത് കൂട്ടി ഒരു പഴങ്കഞ്ഞി കഴിക്കാമേ. കൊതി വരുന്നുണ്ടോ? കപ്പയൊക്കെ എടുത്ത് മീനൊക്കെ മുക്കി വെച്ച് കഴിക്കാം. ഏത്തക്ക വേണേ? ക്യാമറമാൻ വേണോ? വേണ്ട, ക്യാമറമാൻ വയറ് നിറച്ച് കഴിച്ചു. ഒന്ന് കഴിക്കട്ടെ. പഴങ്കഞ്ഞി കുടിച്ചാൽ ഒരു നല്ലൊരു സുഖമായിരുന്നു. ഉച്ചവരെയും ഒന്നും പിന്നെ വിശക്ക് തോന്നുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പഴങ്കഞ്ഞി കഴിച്ചിട്ട് എന്തോ ദോശയോ ഇഡലിയോ ചപ്പാത്തിയോ കഴിക്കുന്നതിനെക്കാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. കപ്പ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയൊന്നും എനിക്ക് വേണ്ട.